ഇന്ന് നമുക്ക് ഒരു ഇറ്റാലിയൻ മീറ്റ് ബോൾ ഉണ്ടാക്കിയാലോ? കിടലിനാവില്ലേ? നിങ്ങൾക്ക് പാസ്തയുടെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയോ എങ്ങനെ വേണം കഴിക്കാം. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ മീറ്റ് ബോൾ ഉണ്ടാക്കാനായിട്ട് 80% ലീൻ മീറ്റ് ആണ് കേട്ടോ നല്ലത്. അപ്പം ഞാൻ 500 ഗ്രാമാണ് എടുത്തതാണ്. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ 1/4 കപ്പ് സബോള ചോപ്പ് ചെയ്തത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി, ഇതെല്ലാം ഇട്ട് അങ്ങോട്ട് ഗോൾഡൻ കളർ ആവണ വരെ സോട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ സോട്ട് ചെയ്ത മിക്സർ ആ മീറ്റിലേക്ക് ചേർക്കാം. പിന്നെ ചോപ്ഡ് പാസിലി 1/2 കപ്പ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതേപോലെ ബോളുകൾ കൊണ്ട് പിടിച്ചേക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അതിനെ നമുക്ക് ഇതേപോലെ റോൾ ചെയ്ത് എല്ലാവർക്കും കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ സോസ് റെഡിയാക്കാം. ഒരു പോട്ടിലേക്ക് 1/2 കപ്പ് ഒലിവ് ഓയിൽ, അതിൻ്റെ ഉള്ളിലേക്ക് 1/4 കപ്പ് ചോപ്ഡ് സബോള, പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇതെല്ലാം നല്ല ഗോൾഡൻ കളറാവണ വരെ സോട്ട് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 350 ഗ്രാം ഡൈസ് ടൊമാറ്റോ ക്യാനിൽ കിട്ടും, അത് ചേർക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് ബേസിൽ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അതെല്ലാം ചേർത്ത് ലോ ഹീറ്റിൽ ഒരു 30 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. കൂളായ ശേഷം ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റാം, ഒരു ഫൈനായിട്ട് പേസ്റ്റ് തിരിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ മീറ്റ് ബോളിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരി വെള്ളം ആ ബ്ലെൻഡറിലേക്ക് ഒന്ന് എടുത്ത് ഒന്ന് ചിറ്റിച്ച് അതും ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് നേരം സ്ലോയിലാണ് കുക്ക് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചില്ലി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാർമസൻ ചീസും മുകളിൽ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസ് റെഡി. അപ്പൊ ഇതോ നോക്കണേ, ഈ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.